ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ട് LDC പാലക്കാട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. കട്ട് ഓഫ് 64. നമുക്കന്നേരം റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാം. ഇതാണ് പാലക്കാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റഗറി നമ്പർ 503/2023. പേ സ്കെയിൽ 26,500 മുതൽ 60,700 വരെ. നമ്മളിപ്പോൾ കാണുന്നത് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവരുടെ രജിസ്റ്റർ നമ്പറുകളാണ്. പ്രൊഫൈൽ മെസ്സേജ് വന്ന എല്ലാവരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി മെസ്സേജ് വരാത്തവരും നിങ്ങളുടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഈ റാങ്ക് ലിസ്റ്റിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പം ചെറിയ തോതിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടതാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോട്ടൽ ഏകദേശം 721 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 779 പേരാണ്. ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ 32 പേര്. അങ്ങനെ ടോട്ടൽ 1532 പേരുടെ ഷോർട്ട് ലിസ്റ്റാണ് പാലക്കാട് ജില്ലയിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ലിസ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. കാരണം ഇപ്പം റാങ്ക് ലിസ്റ്റുകളെല്ലാം ചുരുക്കുകയാണ്. അതിൽ കഴിഞ്ഞ വർഷത്തെ നിയമനിലയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം വന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ എത്ര പേരായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം. ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാറ്റഗറി നമ്പർ 207/2019. നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പാലക്കാട് ജില്ലയാണ്. ഇതിൽ നമുക്ക് വേക്കൻസി റിപ്പോർട്ടാണ് മന്ത്ലി. നമ്മൾ ഫെബ്രുവരി മാസത്തിൽ ഏകദേശം ഒരു 10-23 വേക്കൻസികളോളം ഫെബ്രുവരി മാസത്തിൽ തന്നെ റിപ്പോർട്ടഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്ന ഒരു ജില്ല തന്നെയാണ് പാലക്കാട് ജില്ല. അതുകൊണ്ട് ഇനിയൊരു 3 വർഷത്തിൽ എത്രമാത്രം വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മെയിൻ ലിസ്റ്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 762 അഡ്വൈസുകളാണ് പോയത്. അതിൽ ഓപ്പൺ കാറ്റഗറി 492 വരെ പോയി. ഈഴവ 493. SC ST സപ്ലൈ ലിസ്റ്റാണെന്നാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം 717. അതുപോലെ LC സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ്. OBC 483. വിശ്വകർമ്മ 477. സിഖ് നടാർ, ഹിന്ദു നടാർ, SCCC, ധീവര ബാക്കി കാറ്റഗറികളെല്ലാം സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നാണ് ഒരുവിധം കാറ്റഗറികൾക്കെല്ലാം അഡ്വൈസ് പോകുന്നത്. കാരണം അത്യാവശ്യം നിയമനം നടക്കുന്നൊരു ജില്ലയായതുകൊണ്ടാണ് സപ്ലൈ ലിസ്റ്റിലും ഇത്രയും മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ സപ്ലിമെൻ്ററിയിലായി പോയി എന്നോർത്താലും സങ്കടപ്പെടേണ്ട. നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഉണ്ട്. ജോലി കിട്ടാനുള്ള നല്ല പോസിബിലിറ്റിയാണ് പാലക്കാട് ജില്ലയിൽ കാണുന്നത്. ഇനിയൊരു മെയിൻ ലിസ്റ്റ് വന്നാൽ മാത്രമേ നമുക്കതിൻ്റെ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് ക്ലിയറായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് 969 പേരായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഈ ഇപ്പം വന്ന പാലക്കാട് ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ 721 പേരെ ഉൾപ്പെട്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ പാലക്കാട് ജില്ലയിൽ ഏകദേശം 762 അഡ്വൈസേ പോയുള്ളൂ. അതോടൊപ്പം മെയിൻ ലിസ്റ്റിൽ OC ടേണിൽ 492 പേരെ പോയിട്ടുള്ളൂ. ഇനി ഒരു 5 മാസത്തെ കാലയളവിൽ OC ഏകദേശം ഒരു 550 വരെ മാക്സിമം പോകാനുള്ള സാധ്യതയുള്ളൂ. അത് വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ മെയിൻ ലിസ്റ്റിൽ 721 പേരെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ ചുരുങ്ങുന്നതിൻ്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ വർഷത്തെ അഡ്വൈസുകൾ നോക്കി മാത്രമായിരിക്കും ഇനി റാങ്ക് ലിസ്റ്റുകളുടെ മെയിൻ ലിസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ചുരുക്കുന്നു എന്നതിൽ നമുക്ക് വലിയ നിരാശയൊന്നും വരേണ്ട കാര്യമില്ല. റാങ്ക് ലിസ്റ്റ് വെറുതെ ഉൾപ്പെട്ടിട്ട് എല്ലാവരും ലാസ്റ്റ് വരെ കിടന്നിട്ട് ജോലി കിട്ടാതിരിക്കുന്നതിൽ നല്ലതല്ലേ. നേരത്തെ നമ്മൾ റാങ്ക് ലിസ്റ്റിലില്ല, അടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് എടുക്കുക. അല്ലാതെ ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് കിട്ടാതിരിക്കുന്നതിലും എത്രയോ നല്ലതാണ്. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഈ റാങ്ക് ലിസ്റ്റിൽ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പുറകിലോട്ടുള്ളവർ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള നിരാശയിൽ ഇരിക്കാതെ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഇതിൽ നല്ല സ്കോറിൽ കയറുക. എത്രയും പെട്ടെന്ന് ജോലി കണ്ടെത്താനുള്ള രീതികൾ നോക്കുക. അപ്പം നന്ദി.